അപ്പച്ചി അപ്പച്ചി തുടങ്ങി എന്തോടി എന്തോന്ന് സ്പെഷ്യൽ എന്തോ കണ്ടില്ലേ? ക്യാരറ്റ് മെഴുക്കുരട്ടി. ക്യാരറ്റ് മെഴുക്കുവരട്ടി മാത്രമേ ഉള്ളൂ. പിന്നെ ചോറുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ലേ? ചോറും ക്യാരറ്റ് മെഴുക്കുരട്ടി, പിന്നെ തൈരുണ്ട്, അച്ചാറുണ്ട്. അയ്യേ ഇതെന്തോ ഇത് എന്ത് അപ്പച്ചി അപ്പച്ചി ഒരു കാര്യം ചെയ്യും. ഈ ക്യാരറ്റ് നമ്മൾ ഉണ്ടാക്കുമല്ലോ, ഉണ്ടാക്കുമ്പോ അതിന്റെ കൂടെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് കുറച്ച് തേങ്ങ ചിരണ്ട എന്റെ പുറത്തോടെ ഉണ്ട്. പിന്നെ ഉപ്പും മസാലയും വേണ്ടത് എന്താന്ന് വെച്ചാൽ ആഡ് ചെയ്ത് ഇങ്ങനെ മെഴുക്കുവരട്ടി എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. നീ പറയണത് വൃത്തിയുടെ റെസിപ്പി. അപ്പച്ചി പച്ചക്കറി കഴിച്ച് ഞാൻ മടുത്തൊന്ന് എന്നെ പലപ്പോഴും ചിക്കനും മട്ടനൊക്കെ ആക്കപ്പച്ചി. എന്തോന്ന് ചിക്കനും മട്ടനും? എടി നിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു വിചാരിച്ചോണ്ടിരിക്കുന്നു കേട്ടാ. എന്തോന്ന്? നീ എത്രയും പെട്ടെന്ന് ഒരു ജോലിക്ക് പോണം. എന്ത് സമ്പാദിക്കണം. സമ്പാദിച്ച് കൊണ്ടുവന്ന് ഈ കുടുംബത്തിൽ തരണം. എന്നിട്ട് ഓർഡർ ഇടണം കേട്ടാ. ഓസി ഓർഡർ ഇടല്ലേ. ഡാർക്ക്. എടി നീ ഒന്ന് അരി അരി. ഹലോ, ആ പറയടി. എനിക്ക് സുഖം. നിനക്കോ? ആ എനിക്ക് എവിടെ സമയം? 24 മണിക്കൂറും ജോലി ജോലി ജോലി. പിന്നെ പറ, എന്തുണ്ട് വിശേഷം? ആരൊക്കെ വരണുണ്ട്? അയ്യോ അടിപൊളി. എപ്പത്തേക്കാണ്? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഞാൻ വരും. ചേട്ടനാ? ഓക്കെ കൊണ്ടുവരാം. ശരി ശരി. ഓക്കെ ബൈ. തിന്നോണ്ടിരിക്കുകയാണ്. നിന്റെ അരിയല്ലേ ഞാൻ പറഞ്ഞു? അരിഞ്ഞല്ല കണ്ടോ, ഇത്ര ഞാൻ അരിഞ്ഞു. കൊള്ളാം. അരിഞ്ഞില്ല. ഇങ്ങോട്ടാണ് പോണത്. ഒരു കഷ്ടമല്ല തിന്നോളൂ അല്ലേ. ഓ അപ്പച്ചി ആരെ വിളിച്ചത് ഞാൻ പറയട്ടാ. അപ്പച്ചിയുടെ ക്ലാസ്മേറ്റ്. എന്തിനു വിളിച്ചെന്ന് പറയട്ടാ? റിയൂണിയൻ ഉണ്ട് നിങ്ങൾക്ക്. എടീ നിനക്കെങ്ങനെ മനസ്സിലായി? ഫോണിന്റെ വോളി ഒന്ന് കുറയ്ക്കണം, നാട്ടുകാർ മൊത്തം കേൾക്കുമല്ലോ ഇത്. ഓ അത് കേട്ടിട്ടാണ് പ്രസംഗിക്കണത്. ഞാൻ വെച്ചാൽ നീ എന്തോ ജോത്സ്യത്തിന് പഠിക്കുവാണ്. എടി ഒരു കാര്യം ചെയ്യും, നീ ഇത് അരിയോ? എന്ത്? എനിക്ക് ചേട്ടൻ്റെ അടുത്ത് പോയി പറയണം. എന്തിന്? എടി റീയൂണിയന്റെ കാര്യം പോയി പറയണമെന്ന്. ഓ അങ്ങനെ കൂടെ വിളിച്ചോണ്ട് പോകണം എനിക്ക് പോവാൻ. അങ്ങനെ വരെയൊന്നുമില്ല. എന്ത്? എനിക്കങ്ങനെയാണ് തോന്നണം. എടി എന്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ നല്ല കമ്പനിയാണ്. ഞാൻ വിളിച്ചാൽ വരെയൊക്കെ ചെയ്യും കേട്ടാ. നീ ഇത് അരി. അരിയണം, തിന്നോണ്ടിരിക്കല്ല്. ഇല്ല. ആ അരി അങ്ങോട്ട്. റിയൂണിയൻ എന്ന് പറഞ്ഞപ്പോ എല്ലാ പണിയും എനിക്ക് തന്നിട്ടാണ്. പാവം ഞാൻ. അല്ലെങ്കിൽ എന്റെ അടുത്തും കൂടെ ചോദിക്കണ്ട, റിയൂണിയൻ നീ വരുന്നു? എവിടെ നിന്ന്? എനിക്കും വരും റിയൂണിയൻ. ഞാൻ കാണിച്ച ഒറ്റാണത്തിന് ഞാൻ കൊണ്ടുപോകും. എണീക്കുന്നില്ലേ ചേട്ടാ? ചേട്ടാ എണീക്ക്. സമയം എത്ര? ചേട്ടാ സ്റ്റെഫി വിളിച്ചിരുന്നെ. എന്റെ കൂട്ടുകാരി സ്റ്റെഫി. കൂട്ടുകാരി സ്റ്റെഫി വിളിച്ചിരുന്നെ. എന്നോട് പതി പഠിച്ച സ്റ്റെഫിയാ? കോളേജിലുണ്ടായിരുന്നു. വെളുത്ത നീണ്ട മുടിയുള്ള അവളെന്താ വിളിച്ചേ? അവള് കോളേജ് റീയൂണിയന്റെ കേസ് പറയാൻ വിളിച്ചത്. എല്ലാരും വരുന്നുണ്ട്, നീ വരണം എന്ന് പറഞ്ഞു. എന്നത്? ഈ വരുന്ന ഞായറാഴ്ച. എന്നെ പേര് അന്വേഷിച്ചില്ലേ? എന്നെ പേര് അന്വേഷിച്ചില്ലേ? ഇല്ല, അന്വേഷിച്ചില്ല. എനിക്കെങ്ങനെ അറിയാം? അങ്ങനെ ഒരു വഴിയില്ലല്ലോ. കുഴപ്പമില്ല, ഞായറാഴ്ച കാണട്ടെ. രണ്ടെണ്ണം കൊടുക്കാം. ആര് കാണാൻ പോണ്? നമ്മളെവിടെ പോണില്ല. നീ പോണില്ലേ? റീയൂണിയന് ഞാൻ പോണുണ്ട്. ചേട്ടൻ മറ്റേ ശ്രീദേവി മാമിയുടെ മോന്റെ കല്യാണം ഉണ്ട്. മാമി? ശ്രീദേവി മാമിയുടെ. ചേട്ടല്ലേ പോവേണ്ടത്. മാമി പ്രത്യേകം വിളിച്ച്. മാമി ചേട്ടൻ പോണം. അതിന് ഞാൻ പോവും. നോക്ക്, ചേട്ടനും മാമനും കൂടെ കല്യാണത്തിന് പോണം. ഞാനും പിങ്കിയും കൂടെ റീയൂണിയന് പോകും. അതുകൊണ്ട് ഞാനും പിങ്കിയും കൂടെ റീയൂണിയനോ? നീയും അച്ഛനും കൂടെ കല്യാണത്തിനോ? ചേട്ടനും പിങ്കിയും കൂടെ എന്റെ കോളേജ് റീയൂണിയൻ എന്ത് ചേട്ടാ പോണം? എന്നാ ഒരു കാര്യം ചെയ്യാം, അച്ഛനെയും പിങ്കിയും കൂടെ നമുക്ക് കല്യാണത്തിന് പറഞ്ഞോടാ. എന്നിട്ട് നമുക്ക് രണ്ടൊക്കെ റീയൂണിയനോ? ഏത്? ചുമ്മാ ചേട്ടാ, ഞാൻ പറഞ്ഞ പോലെ കേട്ടാ മതി. ചേട്ടാ കല്യാണത്തിന് പോ. എന്നാലും എന്നെ അന്വേഷിക്കാത്ത എന്തായാലും ഞായറാഴ്ച കാണുമ്പോ ചോദിക്കാം. മാമ കട്ട എടുക്കട്ടാ? എനിക്ക് വേണ്ട, ഇപ്പൊ ഞാൻ കുടിച്ചേ ഉള്ളൂ. ചായ എടുത്താലോ? വേണ്ട മക്കളെ.
ദോശ എടുക്കട്ടാ പിന്നെ? ഞാൻ കുറച്ചു മുമ്പല്ലേ കാപ്പി കുടിച്ചത്. വട വേണോ? അത് നീ ചുമ്മാ പറയും. എനിക്ക് പടയൊന്നും വേണ്ട. ഞാൻ തുടച്ചു തരണോ? വേണ്ട, ഞാൻ തുടച്ചോളാം. ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ? മക്കള് ഒന്നും ചെയ്യണ്ട, ചുമ്മാ അവിടെ ഇരുന്നാ. എന്തിനു മക്കളാ? അതില്ലേ മാമ, അടുത്ത ഞായറാഴ്ചയല്ലേ ശ്രീദേവി മാമിയുടെ മോന്റെ കല്യാണം. ഓ ഓള് തന്നെ അടുത്ത ഞായറാഴ്ച. ആ, അതിന് മാമനും രാമേട്ടനും കൂടെ മസ്റ്റായിട്ടും പോണം കേട്ടോ. അപ്പൊ നീ വരണില്ലേ? എനിക്ക് വരാൻ പറ്റൂല. അതെന്ത്? റീയൂണിയൻ ഉണ്ട്. അപ്പൊ രാമൻ വരണ്ടേ എന്റെ കൂടെ? എന്തിന്? വേണ്ടേ? കല്യാണമല്ലേ മുഖ്യം. റീയൂണിയൻ ആണോ? റീയൂണിയൻ ഞാൻ പിങ്കയെ കൂട്ടി പൊക്കോളാം. അല്ല, രാമൻ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രാമൻ വന്നാലും വന്നില്ല ഞാൻ പോവും. പക്ഷെ അങ്ങനല്ല മാമ, മാമ നിർബന്ധിക്കണം. എന്തിന്? മാമ ഒന്ന് ആലോചിച്ച് നോക്ക്. മാമിക്കാണെങ്കിൽ രാമേട്ടൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പൊ ചേട്ടൻ പോയില്ലെങ്കിൽ മാമിക്ക് വിഷമാവൂലേ? അത് ശരിയാണ്. അല്ലേ? അതല്ല. അപ്പൊ എന്തായാലും ഞാൻ അവനെ വിളിച്ചോണ്ട് പോവാൻ നോക്കാം. അങ്ങനല്ല, കൊണ്ടുപോണം. ഓ കൊണ്ടുപോവാം. ഓക്കെ, സെറ്റ് അല്ലേ? ഓ സെറ്റ് തന്നെ. ഓ ഊണെടുക്കട്ടെ? ഊണെടുക്കട്ടെ? ഞാൻ ചെന്ന് ഉണ്ടോളാം. ഓ ശരി. ഓക്കെ മാമ. ശരി. To some, it has been profoundly disappointing. Should have produced a theory which not only did not justify. തലവേദന കേസാണല്ലോ. ഞാനാ? നീയല്ലേ അടുത്ത ഞായറാഴ്ച 2 ഫംഗ്ഷൻ അടി ഒരുമിച്ച് വന്നു. അയിന് നീ കേളങ്ങോട്ട് പറങ്ങോട്ട്. ഒന്ന് നമ്മളെ ചിന്നുവിന്റെ റീയൂണിയൻ, മറ്റേത് മറ്റേ ശ്രീദേവി മാമിയുടെ മോന്റെ കല്യാണം. നീ കല്യാണത്തിന് വേണോ അച്ഛന്റെ കൂടെ? 3 പൈസ കൊണ്ട് ഞാൻ പോവും, നീയും കൂടെ വരണം എന്റെ കൂടെ. ഞാനല്ലേ ഇവളാണ് പറഞ്ഞത്? അല്ലല്ല നീ. ഞാൻ വേണമെന്നില്ല, ചുമ്മാ അരിയച്ച. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് വേറെ ഒരു പരിപാടി ഉണ്ടെന്ന്. അന്ന് ആ ചിന്നുന്റെ റീയൂണിയൻ ഞാൻ കൂടെ പോലെ അവള് പ്രശ്നം ഉണ്ടാക്കും. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കൂല. ചേട്ടൻ കല്യാണത്തിന് പോണം മാമന്റെ കൂടെ. അങ്ങനെ എനിക്ക് റീയൂണിയൻ വരണ്ടേ? എന്തിന് റീയൂണിയൻ പറഞ്ഞ? അവിടെ ആര് വിളിച്ചു ചേട്ടൻ റീയൂണിയന്? ചേട്ടൻ അവിടെ ആർക്കെങ്കിലും അറിയാമോ? അവര് വിളിക്കാത്തൊരു സ്ഥലത്ത് ചേട്ടൻ വലിഞ്ഞേറി പറഞ്ഞ എന്തിന്? അതിനെക്കാളും വിളിച്ച കല്യാണത്തിനല്ലേ ചേട്ടൻ പോകേണ്ടത്? കല്യാണത്തിന് ഞാൻ പോയിട്ട് എന്തിനീ? അയ്യോ, അപ്പച്ചി മറന്നുപോയാ? ഭർത്താവിനെ കൊണ്ട് പറഞ്ഞോന്നല്ലേ അവര് പറഞ്ഞേ? ആര് പറഞ്ഞു? ഫ്രണ്ട്സ്. എപ്പോ പറഞ്ഞു? നേരത്തെ വിളിച്ചപ്പോ. പിങ്കി, നീ എന്തോടി പറയണത്? ഇടി എന്റെ കൂടെ റീയൂണിയൻ പറഞ്ഞ നീയാണ്. ഞാനാ? പിന്നെ ബൊഫേ ഒക്കെ ആര് തിന്ന് തീർക്കും? ചിക്കൻ, മട്ടൺ, ബീഫ്, ഡെസേർട്സ്. പിന്നെ ഇവള് പിന്നെ ബാംഗ്ലൂർ കോളേജിൽ പഠിച്ചത്. ഇവളെ കോളേജിലൊക്കെ എത്ര പൈസ ഒന്നും ഇല്ല, ചുമ്മാ ചിക്കൻ ഒന്നും ഇല്ല. അയ്യോ, ചേട്ടൻ എന്താ പറയാ എന്റെ കോളേജിനെ പറ്റി? നീ എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ശ്രീദേവി മാമിയുടെ കല്യാണത്തിന് പോവില്ല. ഞാൻ എന്തായാലും പോകും. നീ എന്തിനാ കൊച്ചു പിള്ളേരെ പോലെ പിടിവാശി കാണിക്കുന്നത്? പോത്തോലെ പറഞ്ഞില്ലടാ, കല്യാണത്തിന് വന്നേ പറ്റൂ. പറഞ്ഞില്ല ചിന്നു കുഞ്ഞു മാമൻ പറയണ കൂടെ കേട്ടാണ് ചേട്ടാ. റെഡ് ഗൗൺ നിന്റെ? ഉണ്ടെന്ന് തോന്നുന്നു. നീ എന്തൊക്കെ പറയാ? ഞാൻ കല്യാണത്തിന് പോകൂലേ? ശബ്ദം താത്തു പറ. നീ കല്യാണത്തിന് വന്നില്ലെങ്കിൽ നിന്റെ ചന്തയിൽ ഞാൻ തത്വം പഠിപ്പിച്ചു വയ്ക്കും. എന്തൊരു കല്യാണത്തിന് ഉപദ്രവിക്കൂ? ഡ്രസ്സൊക്കെ സെറ്റാണ്. നീ പറഞ്ഞ പോലെ കളർ കോഡ് റെഡ് അല്ലേ എല്ലാവർക്കും? എന്താണ് ജിന്നു, ഞാൻ പറഞ്ഞതല്ലേ റെഡ് തന്നെയാണ്. ഭർത്താക്കന്മാർക്ക് ഗ്രീനും നമുക്ക് റെഡ്. അത് പൊളിച്ച്. ഹസ്ബൻഡ്സിന് കളർ കോഡ് ഉണ്ടാ? ഓക്കെ. എടി ഞാൻ എന്റെ റെഡ് ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. ഭർത്താക്കന്മാരെല്ലാരും ഗ്രീൻ. അത് ഞാൻ എപ്പോഴാണ് അറിയണത്? അത് നല്ല കോമ്പിനേഷൻ കേട്ടാ, റെഡും ഗ്രീനും സൂപ്പർ. ഞാൻ അറിഞ്ഞില്ല ഗ്രീൻ ആണെന്ന്. എടി നീ അത് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്ന ഹസ്ബൻഡ്സ് ഒക്കെ ഗ്രീൻ ഇട്ട് വരണമെന്ന്? ചിന്നിനോ ഉറങ്ങിയില്ലേ? കുർത്ത പറ്റൂ? കുർത്ത എന്തിന്? പച്ച കുർത്ത. പച്ച കുർത്തേ? ജീൻസിന്റെ കൂടെ, ബ്ലൂ ജീൻസിന്റെ കൂടെ പറ്റുമായിരിക്കും. ഇതിപ്പോ എന്റെ അടുത്ത് ചോദിക്കണെന്തിന്? അല്ല, പാർട്ടിക്ക് പോവാൻ. പാർട്ടിക്ക് പോവാനാ? ഏത് പാർട്ടി? റീയൂണിയന്റെ പാർട്ടി. ചേട്ടാ എന്തോന്ന് ചേട്ടാ കല്യാണത്തിനല്ലേ പോണത്? കല്യാണത്തിന് പോവാൻ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ചുമ്മാ ചേട്ടാ, എന്ത് നമ്മളെല്ലാം പറഞ്ഞ് തീരുമാനാക്കിയല്ലേ ചേട്ടാ. ഞാൻ അവളെയും കൊണ്ടാണ് പോണത്. ഞാൻ വെളിയിലല്ലേ
ചേട്ടൻ മാമൻ ഒറ്റയ്ക്ക് വിടാൻ പറ്റൂ? മാമനൊറ്റയ്ക്ക് ഇവിടെ ഉണ്ടോ? പിന്നെ പിങ്കി വയ്ക്കുള്ളൂ. പക്ഷെ പിങ്കിയെ ഞാൻ കൊണ്ടുപോവല്ലേ. പിങ്കി നീ കൊണ്ടുപോകണമെങ്കിൽ കൊള്ളാം. പിന്നെ പിങ്കി അവിടെ ചെന്ന് ഒരുപാട് വാരി വലിച്ച് തിന്ന് നിന്നെ നാണം കെടുത്തു. അത് ചിലപ്പോ ശരിയായിരിക്കും. പക്ഷെ എങ്കിലും കൊച്ചുകുട്ടിയല്ലേ ചേട്ടാ, അവിടുത്തെ പറഞ്ഞു അവൾ ആഗ്രഹിച്ചു പോയി കാണും. അവൾ റെഡ് ഉടുപ്പൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുവാണ്. അവൾക്ക് സദ്യയും ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടാ ഡ്രസ്സൊക്കെ എടുത്ത് റെഡി ആയിരിക്കുവാണെന്ന്. മോശമല്ലേ അവളെ പറ്റിക്കണത്? പിന്നെ ഒരു കാര്യമുണ്ട്, അവളെ വാറിയാൽ അവളവിടെ പോയി വളവള സംസാരിച്ച് എല്ലാരെ പറ്റി കുറ്റമൊക്കെ പറഞ്ഞ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ പോയി പറയും. അത് ഞാൻ നോക്കിക്കോളാം, അവൾ അങ്ങനെ പറയാതെ. നീ PSC ഒക്കെ എഴുതിയിട്ടും കിട്ടാതെ നീ പൊട്ടി തോറ്റി കിടക്കണമെന്നൊക്കെ അവടുത്ത് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലേ? ഇപ്പൊ ചേട്ടൻ എന്റെ അടുത്ത് പറയണ പോലെയാണ് എനിക്ക് തോന്നണം കേട്ടോ. ചേട്ടാ മാമനെ കല്യാണത്തിലൊക്കെ ഒറ്റയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ മാമ അവിടെ പോയി അടിച്ച് പാമ്പായിട്ടിരിക്കും. ഒരാൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടേ? പിങ്കിക്ക് പോയാൽ പറ്റൂ? ചേട്ടനെ പറ്റുള്ളൂ മാമനെ പിടിച്ചു നിർത്താൻ. അവന്റെ വയസ്സായ ഒരാളുടെ ഇനി കൺട്രോൾ ചെയ്യണത്. പിന്നെ കുടിച്ച് നശിക്കട്ടെന്ന അവിടെ അത് നാണക്കേടല്ലേ? കുടുംബക്കാരെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ? അച്ഛൻ ഓൾറെഡി പ്രായമായില്ലേ, ഇനി വലുതാകുമ്പോ ചീത്തായി പോകുന്ന പറയാൻ പറ്റൂലല്ലോ. ചേട്ടാ ചുമ്മാ തർക്കിക്കാൻ ചേട്ടാ, എനിക്ക് ഉറക്കം വരണം. തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. ഞാൻ ഫിറോസിന്റെ കാർ എടുത്തോണ്ട് പോവാം. ചേട്ടാ എനിക്ക് റിയൂണിയന് പോകണം. ഞാൻ രാത്രി ഒരുപാട് നേരം ഉണർന്നിരുന്നു കഴിഞ്ഞാൽ എന്റെ കണ്ണിന്റെ താഴെയൊക്കെ കറുപ്പ് വീഴും, എന്റെ സൗന്ദര്യമൊക്കെ പോകും. അവരൊക്കെ നല്ല ഗ്ലാമറുള്ള ആൾക്കാരാണ്. എന്റെ കഷ്ടപ്പാടൊന്നും എനിക്ക് അവരെ അറിയിക്കാൻ താല്പര്യമില്ല. ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. ആപ്പിൾ ജ്യൂസ് വല്ലതും വേണോ? എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി ചേട്ടാ, അത് പറ്റുമോ? മക്കളെ പങ്കൂട്ടാ, എന്തൊരു പരിപാടി? എന്തിനാണ് നീ ദേശത്തിരിക്കുന്നത്? ഗെയിം കളി. ആളെ അടിപൊളി. ഇത് കൊള്ളാമോ? എന്നാ പിടി. എന്റെ പൊന്നങ്ങളെ അടുക്കള ഏൽപ്പിക്കാനുള്ളത് അപ്പച്ചെറിയ കൊടുത്താൽ മതി. അടുക്കള ഏൽപ്പിക്കാനുള്ള അല്ലെങ്കിലോ? പിന്നെ നീ തുറന്ന് നോക്ക. എന്താണ്? അയ്യോ ലഡു ജിലേബി. താങ്ക് യു. വേറെ വല്ലതും വേണോ? വേറെ വല്ലതും വേണോ? ഇപ്പൊ വേണ്ട, ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം. കഴി, നല്ലോണം കഴി. കൊള്ളാം. നീ നേരെ അങ്ങോട്ട് കഴി അങ്ങോട്ട്. വലിയ ബേക്കറി പിന്നെ ഇവിടെ വന്ന് പിന്നെ അവിടെ നിന്നല്ലേ വാങ്ങിക്കുള്ളൂ. മക്കളെ പങ്കൂട്ടാ, മക്കൾ വേണമെങ്കിൽ ഉണ്ണിയപ്പൂന്റെ കൂടെ ഞായറാഴ്ച കല്യാണത്തിന് വെക്കോ? ഞായറാഴ്ച കല്യാണത്തിന് വെക്കോ? നടക്കൂല, നടക്കൂല. എന്തടി? ആ ഞാൻ അപ്പച്ചയ്ക്ക് വാക്ക് കൊടുത്തു, ഞാൻ അപ്പച്ചൂടെ പോവാന്ന്. നോക്കണം, അത് പോട്ടെ, മക്കളെ പോട്ടെ, അത് അങ്കിള് വെക്കോളാം. അങ്കിള് പോണത് അപ്പച്ചയ്ക്ക് ഇഷ്ടമല്ലെന്നാണ് എനിക്ക് തോന്നണത്. അവർക്ക് ഇഷ്ടപ്പെടൂല. അങ്കിളെ അവര് വിളിച്ചപ്പോഴേ സ്റ്റെഫി ആന്റി വിളിച്ചപ്പോഴേക്കും അങ്കിളിനെ കൊണ്ടുവരണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞാണ്. പക്ഷെ എന്തുകൊണ്ട് അപ്പച്ചി അത് മറച്ചു വെച്ചു? എന്താണോ എന്തോ ഉണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ എന്തായാലും സെറ്റ് ചെയ്തോളാം. മക്കൾ എന്തായാലും ഉണ്ണിയപ്പൂന്റെ കൂടെ കല്യാണത്തിന് പോകണം കേട്ടോ. പറ്റൂല, പറ്റൂല. നിനക്ക് പറ്റൂ, നീ പോയിട്ട് വാ. പറഞ്ഞ ശരിയാവില്ല. പോവില്ലേ? നീ ലഡു കണ്ട ജിലേബി കേട്ടോ, തേങ്ങ കേട്ടോ. എനിക്ക് ലഡു നിങ്ങൾ പറഞ്ഞോണ്ടാ? ഓക്കെ. റെഡ് അല്ലേ? അത് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തോന്ന് ചേട്ടന്റെ ഡപ്പാങ്കുത്ത? ചേച്ചി പണ്ട് എപ്പോഴും ചേട്ടൻ ഡാൻസ് കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്, അതൊക്കെ എത്ര വർഷമായി? അയ്യേ പുള്ളി ഇപ്പൊ വെറും സീരിയസ് ആണ്, ഡാൻസ് ഒന്നും കളിക്കൂല. പാട്ടാ ബെസ്റ്റ്, സ്റ്റേജ് പോലും വരൂല, ഞാൻ പറഞ്ഞേക്കാം. അയ്യോ ഞാൻ പറഞ്ഞു നോക്കി ചേട്ടന്റെ അടുത്ത്, എത്ര പ്രാവശ്യം പറയണം? ഇല്ല, അടുക്കണില്ല, വരൂല എന്നാണ് പറയണത്. അവിടെ ആരെയും പരിചയമില്ല. എന്തിന്? സ്റ്റെഫി വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ സ്റ്റെഫി അത് ആരാണ്? പിന്നെന്തോ ഞാൻ പറയാം. എടി നിനക്ക് വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു നോക്കാം. എന്തായാലും പുള്ളി സമ്മതിക്കൂല, അതെനിക്ക് ഉറപ്പാണ്. പിന്നല്ലാതെ ഞാൻ നോക്കാം. ശരി, ഓക്കെ. എന്റെ ചേട്ടന്റെ ടപ്പാങ്കുത്ത് കാണും.
എന്ത് ചെയ്യും? ഇവളങ്ങനെ ചേട്ടടുത്ത് പറയൂ. എടി കള്ളി പരമ ചിന്നു, നിന്റെ ഒടുക്കത്തെ പൊസീവ്നെസ് ആണല്ലേ ഇത്. ശരിയാക്കി തരാടി. എപ്പ വന്ന്? ഞാൻ ഇപ്പൊ വന്നതല്ലടി. ഞാൻ ഒരു തീരുമാനം അറിയിക്കാൻ വന്നത്. ഒരു തീരുമാനം അറിയിക്കാൻ വേണ്ടി വന്നത്. എന്തോന്ന് തീരുമാനം? ഞാൻ അച്ഛൻ്റെ കൂടെ കല്യാണത്തിന് പോകണടി. ഓ, നീ പിങ്ങിയും കൂടെ റീയൂണിയനോ? പെട്ടെന്നൊരു മനമാറ്റം. പെട്ടെന്നുള്ള മനമാറ്റമല്ലേ? ഞാൻ ആലോചിച്ചപ്പോഴേ എനിക്ക് അവിടെ ആരും അറിയണം. ഞാൻ വെറുതെ വന്നവിടെ പോസ്റ്റ് ആവണം ഇതിന്. നിന്റെ റീയൂണിയന് ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാം? നീ പറഞ്ഞല്ലേ കറക്റ്റ്. ചുമ്മാ നിന്റെ റീയൂണിയൻ വന്നിട്ട് അവിടെ ആരെയും അറിഞ്ഞും കൂടെ. ഞാനെക്കാളും ഞാൻ അവിടെ കല്യാണത്തിനോ? അപ്പൊ അന്ന് ഞാൻ സ്റ്റെഫിയെ പറ്റി പറഞ്ഞപ്പോ ചേട്ടൻ ഇത്ര നീളത്തിൽ വർണ്ണിച്ചതാ അവളെ. ഏത് സ്റ്റെഫി? ഏത് സ്റ്റെഫിയാ? സ്റ്റെഫി അറിഞ്ഞൂടെ? സ്റ്റെഫി ഞാൻ പറഞ്ഞേ? ചേട്ടല്ലേ സ്റ്റെഫിയെ ഭയങ്കരമായിട്ട് വിവരിച്ചൊക്കെ പറഞ്ഞന്ന്. ഞാൻ വിവരിച്ചല്ലേ? ഞാൻ ഉറക്കപ്പഴാതി എന്തോ പറഞ്ഞാണ്ടി. ഞാൻ അങ്ങോട്ട് നടന്നു നോക്കിയപ്പോണ്ട് എനിക്ക് ആരെ ഓർമ്മ പോലും പറഞ്ഞില്ല. അപ്പൊ കല്യാണത്തിന് പോകാൻ പോണോ? പിന്നല്ല, ആ കല്യാണത്തിനാണ്. മറ്റേ നീ പോയിട്ടോ? ശരി, പോട്ടോ. പിന്നെ എവിടെ കല്യാണത്തിന്? ഇപ്പഴയാ? അല്ല, ഇപ്പൊ അങ്ങോട്ട് പോണ വെളിയിലോട്ട്. അങ്ങനെ. ശരി. മോശമായി പോയില്ലേ? നിങ്ങൾക്ക് ആരും ഓർമ്മയില്ലെന്ന് പറയണം. നമ്മൾ വെറുതെ ഓരോന്നും ചിന്തിച്ചു കൂട്ടിയല്ലോ. അല്ല, അപ്പൊ ഇനിയിപ്പോ റീയൂണിയന്റെ കൊണ്ടുപോയെന്തോന്ന് പ്രശ്നം? പിങ്കി മാമനോട് കല്യാണത്തിന് പോട്ട്. ഇല്ല തീരാറായി. എന്ത് വെക്കടാ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, മാമൻ കല്യാണത്തിന് പൊയ്ക്കോ. കല്യാണത്തിന്? ഞാരെ കല്യാണം? എന്തോന്ന് മാമ? ശ്രീദേവി മാമിയുടെ മോന്റെ. അയ്യോ, ഞാൻ മറന്നുപോയി മക്കളെ. അതിന് മാമൻ പൊയ്ക്കോ, ഞാൻ ചേട്ടനെയും കുട്ടി റീയൂണിയന് പോവാന്ന്. പക്ഷെ ഇന്നലെ നീ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അത് പിന്നെ ചേട്ടൻ അവിടുത്തെ ആരും ഓർമ്മയൊന്നുമില്ലല്ലോ, പിന്നെ കൊണ്ടുപോയ പ്രശ്നമല്ലല്ലോ. ഓർമ്മയില്ലെന്ന്. അതായത് മാമ, ചേട്ടൻ അവിടെ ആരെയും ഓർമ്മയില്ല. അപ്പൊ ഞാൻ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി കൊടുക്കാന്ന് വിചാരിച്ച്. അപ്പൊ മാമിക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ലേ? വിഷമപ്പെടൂല്ലേ? എന്തിനു വിഷമിക്കണം? മാമ പോവയല്ലേ. അല്ലെങ്കിലും മാമിക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം? അത് എന്നെ തന്നെ. അപ്പൊ പിന്നെ എന്ത് പ്രശ്നം? മാത്രല്ല, മാമിയുടെ സ്വഭാവം അല്ല, നിറം പിശിക്കാണ്. ഒരു സദ്യ ലാഭിച്ചാൽ മാമിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അത് ശരിയല്ല. അപ്പൊ മാമൻ പിങ്കിയെ കൂട്ടി പോകും. അയ്യോ, പിങ്കിയാ? പിന്നെ എങ്ങനെ സദ്യ ലാഭിക്കും? ഒരു ഊണിന് വരും 2 ഊണും ഉണ്ടാവുള്ളൂ. കുഴപ്പമില്ല മാമ, അതൊക്കെ മാമിക്ക് ഇഷ്ടം തന്നെ. ഓക്കെ, അപ്പൊ പിങ്കിയെ കൂട്ടി പോയാൽ മതി. അപ്പൊ ശരി, പിങ്കിയും കൂട്ടി പോവല്ലേ? ഓക്കെ. ഓ മക്കളെ, ഒരു ഗ്ലാസ് ചായ ഇപ്പൊ അങ്ങോട്ട് കുടിച്ചല്ലേ ഉള്ളൂ. ചായാലും മതി. ഇടക്കിടക്കുള്ള ചായയുടെ അത്ര ശരിയല്ല, ഷുഗറൊക്കെ കൂടും. അല്ല, പഞ്ചാര കുറച്ചിട്ടോ. ചവയ്ക്കാൻ കൂടെ വല്ലതും എടുത്തോണേ. അങ്കിൾ, അങ്കിൾ ഒരു കാര്യം അറിഞ്ഞാ? റീയൂണിയന് അങ്കിളും അപ്പച്ചയും കൂടെയാണ് പോണേന്ന്. എന്നാൽ അപ്പച്ചി ഇത് എങ്ങനെ സമ്മതിച്ചേ? എങ്ങനെ ചിരിക്കണ? പിങ്കി പെണ്ണെ, എടി ഇവള് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇവളെ ക്ലാസ്സിലുള്ള കംപ്ലീറ്റ് പെമ്പിളാരെ എനിക്കറിയാം. കാര്യം എനിക്ക് ഇവളെ കാണണമല്ലോ. ഞാൻ അവരെല്ലാം സോപ്പിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പ്രിയ, ഗായത്രി, മഞ്ജു, ബിന്ദു, രേഷ്മ എല്ലാരെയും എനിക്കറിയാം. അതിൽ കുറച്ചു പേർക്കാണ് ചെറുതായിട്ട് എൻ്റെ അത് ഇങ്ങോട്ട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ഇഷ്ടം എപ്പോഴും ഉണ്ടാകുന്ന നോക്കണ്ടേ? അതല്ലേ നമ്മളവിടെ പോണ റീയൂണിയൻ. ഈ കാര്യം മിക്കവാറും അപ്പച്ചിക്ക് അറിയായിരിക്കും. അതാണ് നിങ്ങളെ കൊണ്ടുപോണ്ടെന്ന് പറഞ്ഞത്. നിങ്ങൾ ജനിച്ചപ്പോഴേ കോഴിയായിരുന്നു. കോഴി അതിന്റെ ഇടി. ഞാൻ അവരെ പെങ്ങന്മാരെ പോലെ തന്നെ കണ്ടിരുന്നത്. പക്ഷെ അതിൽ 2-3 പേര് എന്നെ ആങ്ങളായിട്ടല്ല കണ്ടത്. അപ്പൊ നമ്മൾ പിന്നെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണ്ടേ? ആരടി സന്തോഷം ആഗ്രഹിക്കാത്തത്? എന്നാൽ ഇത്രയൊക്കെ അറിയാഞ്ഞിട്ടും അപ്പച്ചി ഇങ്ങനെ ഓക്കെ പറഞ്ഞെന്നാണ്. അതങ്ങനെ എന്റെ മണ്ടൻ ഗുണാബി അപ്പച്ചിക്ക് വല്ല അറിയാമോ? ഞാൻ നൈസിന്റെ ഒരു നമ്പർ ഇട്ട്. എന്തോ നമ്പർ ഇട്ട്? ഞാൻ നേരെ ചെന്നിട്ട് പറഞ്ഞു, ചിന്നു, അല്ലെങ്കിൽ ഞാൻ റീയൂണിയൻ എന്ന് പറഞ്ഞില്ല. എനിക്ക് അവിടെ ആരും അറിഞ്ഞൂടാ. ഞാൻ ഇതിന് പിന്നെ അറിഞ്ഞൂടാത്ത റീയൂണിയൻ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ല. നീ വിളിച്ചാലും പറഞ്ഞില്ല. അവള് പൊട്ടം ഗുണാബി ആയിട്ട് എന്തെന്ന് ഇത് അവള് ചെയ്യുന്നു. ആരും അറിഞ്ഞൂടെ? എന്നാ പിന്നെ വന്നോ?
എനിക്കാണെങ്കിൽ എല്ലാരും അറിയാം. അപ്പൊ നിങ്ങൾക്ക് ആരെ ഓർമ്മയില്ലല്ലേ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. നമ്മളെ ചുരുണ്ട മുടി ഗായത്രി, പൂച്ച കണ്ടി പാർവതി, നീണ്ട മുടിയുള്ള നമ്മളെ പ്രദീപ, എല്ലാരെയും എനിക്കറിയാം. നല്ല വ്യക്തമായിട്ട് അറിയാം. നീ എന്തിനാ കോല അടിക്കണത്? പിന്നെ ആരെയൊക്കെ അറിയാം? പിന്നെ എനിക്ക് ഇവരെയൊക്കെ ഞാൻ മറന്നുപോയി എന്നാണ് തോന്നുന്നത്. പൂച്ചക്കണ്ണി, പൂച്ചോട്ടി ചുരുട്ടമുടി, ചോക്ക് ചുരുട്ട മുടിയായിട്ട് പാർവതി അല്ലേ? നിങ്ങളെ ഞാൻ കൊല്ലണോ നിങ്ങൾ ആത്മഹത്യ ചെയ്യണോ? എന്തിന്? അല്ല ഞാനിപ്പോ നിങ്ങളെ കൊല്ലാൻ പോവേ. എന്തിന്? ആ ഒരു ഉപയോഗമെങ്കിലും ചെയ്തുക. അതിന്റെ ആവശ്യം അതിന്റെ ആവശ്യമുണ്ട്. കള്ളത്തരം 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 അല്ലേ? കള്ളത്തരം കള്ളത്തരം പറയണ എന്റെ അടുത്ത്. കള്ളത്തരം പറയണ കള്ളത്തരം. അയ്യോ, റിയൂണിയൻ പൊളിഞ്ഞു. എനിക്കിനി കല്യാണത്തിനെങ്കിലും പോണം.